ഇപ്പോൾ ഇ ഡിയുടെ റെയ്ഡ് കഴിഞ്ഞിരിക്കുന്നു പിണറായി വിജയൻ്റെ വീടുകളിൽ. പക്ഷേ തിരുവനന്തപുരം നഗരം ഇന്ന് സാക്ഷ്യം വഹിച്ചത് അഭൂതപൂർവമായിട്ടുള്ള ഒരു അക്രമത്തിനായിരുന്നു. അക്രമം എന്ന് പറഞ്ഞാൽ ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുക്കിൻ്റെ താഴെ നമ്മൾ പറയില്ലേ, ഈ പിണറായി വിജയൻ താമസിക്കുന്ന ബേക്കറി ജംഗ്ഷനിലാണ്. സെക്രട്ടേറിയറ്റ് നേരെ താഴോട്ട് ഇറങ്ങി വരുമ്പോഴുള്ള ജംഗ്ഷനിലാണ്. അവിടുത്തെ ഏറ്റവും റിസർവ് ബാങ്ക് തൊട്ടിപ്പുറത്തുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുള്ള അതിൻ്റെ തൊട്ട് മുന്നിലാണ് ഈ വ്യാപകമായ തോതിലുള്ള അതിക്രമം അവിടെ നടന്നത്. ഒരു ഇ ഡി ഉദ്യോഗസ്ഥർ വന്ന 2 കാറാണ് ഇവർ അടിച്ചത്. 3 കാർ അടിച്ചങ്ങ് 2 കാർ അടിച്ചു തീർത്തു. ഈ 2 കാർ അടിച്ചു തീർത്തതിൽ ഒരു കാറിൻ്റെ ചില്ല് തറച്ച് ഒരു ഡ്രൈവറുടെ കണ്ണിന് പരിക്കുണ്ട്. അതുപോലെ ഇ ഡിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർക്ക് പരിക്കുണ്ട്. കാറുകൾ പൂർണ്ണമായിട്ടും തകർന്നു. എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമാണ്. ഒരു പാർട്ടി പിണറായിയുടെ മകള് പാർട്ടി പ്രവർത്തക പോലും അല്ലാത്ത പാർട്ടി മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത പിണറായിയുടെ മകള് നടത്തിയ തട്ടിപ്പ് പരിപാടി അതിനെക്കുറിച്ച് അന്വേഷിക്കാനെത്തിയ അന്വേഷണ സംഘത്തിലുള്ള, അതായത് നമ്മൾ ചുരുക്കി പറഞ്ഞ ഒറ്റ വാക്കിൽ പറഞ്ഞ 2 സ്വകാര്യ കമ്പനികൾ തമ്മിൽ നടന്ന ഒരു സാമ്പത്തിക ഇടപാട്. ഈ സാമ്പത്തിക ഇടപാടിലെ ദുരൂഹത അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് ഇ ഡി. അപ്പം ആ സ്വകാര്യ വ്യക്തികൾ, ഇപ്പം ഞാനും നമ്മൾ രണ്ടും കൂടെ ഒരു ദുരൂഹ ഇടപാട് നടക്കും. അതിനകത്ത് നമ്മൾ തമ്മിൽ നടക്കുന്ന ദുരൂഹ ഇടപാട് ഒരു ഗവൺമെൻറ് ഏജൻസി അന്വേഷിക്കുമ്പോൾ നാട്ടിലുള്ള പാർട്ടിക്കാർക്ക് കയറി ഇടപെടേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതുപോലെ അത്രേ ഉള്ളൂ. കൊടിയേരിയുടെ മോന്റെ കാര്യത്തിൽ അത് തന്നെയാണ് അതേ സ്റ്റാൻഡാണ് പിണറായി വിജയൻ സ്വീകരിച്ചത്. അതായത് അവരുടെ കയ്യിൽ എന്തൊക്കെയോ രേഖകളുണ്ട്, അവര് ഇഡിയുടെ കൈവശം എന്താണ് എനിക്കുള്ളത് ഇറങ്ങി വന്നില്ല. പത്രക്കാരെ ആദ്യമായിട്ട് തോറ്റതിന് ശേഷം ഇപ്പൊ ആദ്യമായിട്ടാണ് മാധ്യമങ്ങളുടെ മുന്നിലെത്തിയത്. അതെ. അപ്പൊ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? 2 വണ്ടി ഇടിച്ചു തകർത്തു. ഈ വണ്ടി അടിച്ചു തകർത്തതുകൊണ്ട് എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഈ 2 വണ്ടി അടിച്ചു തകർത്തത് കൊണ്ട് ആ 2 വണ്ടിയുടെ ഇരട്ടി വില കെട്ടിവയ്ക്കാതെ ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ള പ്രതികൾക്ക് ജാമ്യം കിട്ടില്ല. ജാമ്യം കിട്ടിയില്ലെങ്കിൽ പാർട്ടിക്ക് എന്തോന്നു? പിണറായിയുടെ മോളാരെ നോക്കിയാൽ പോരെ, ഇവന്മാരെങ്ങനെ പോയി തുറഞ്ഞോട്ടെ? അത്രേ വരാൻ പോകുന്നുള്ളൂ. അതായത് പൊതുമുതൽ നശീകരണമാണ്. ഇതിപ്പോ വന്നിരിക്കുന്നത് 2 പ്രൈവറ്റ് വണ്ടി. അത് ഓൺ ഡ്യൂട്ടി സർക്കാർ പ്രൈവറ്റ് വണ്ടിയല്ല, 2 ടാക്സിയിലാണ് ഉദ്യോഗസ്ഥർ വന്നത്. അതിൽ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് ഈ ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന ടാക്സിക്കാരാണ് ചിലപ്പോൾ ഈ ഇ ഡി കേസിന് പിന്നിലെന്ന് തെറ്റിദ്ധരിച്ചിട്ടായിരിക്കും ടാക്സി അടിച്ചത്. അവരാ ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഈ കൊണ്ടുവന്ന ഉദ്യോഗസ്ഥരെ അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണമാണ് തടസ്സപ്പെടുത്തിയിരിക്കുന്നത്. അതായത് അവർ സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അവരവരുടെ ജോലിയുടെ ഭാഗമായി ഒരു പരിശോധനയ്ക്ക് വരുന്നു. പരിശോധനയ്ക്ക് വന്ന ശേഷം അവർ സഞ്ചരിച്ചിരിക്കുന്ന വാഹനം അവരുടെ ഔദ്യോഗിക വാഹനമായി കണക്കാക്കാം. ആ വാഹനത്തിനാണ് അത് വന്നത്. ടാക്സി വണ്ടിയാണെങ്കിൽ പോലും അവരതിൽ കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായിട്ട് സഞ്ചരിക്കുമ്പോൾ അത് അവരുടെ ഔദ്യോഗിക വാഹനമാണ്. അപ്പോൾ അല്ലെങ്കിൽ പോലും ഇപ്പോൾ സ്വകാര്യ വാഹനങ്ങൾക്ക് നേരെയാണെങ്കിലും ടാക്സി വാഹനങ്ങൾക്ക് നേരെയായാലും ആക്രമണം നടന്നാൽ അതും PDPP ആക്ടിൻ്റെ പരിധിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിൽ കിടക്കുന്ന ഒരു കാർ ഒരുത്തം വന്ന് കത്തിച്ചോന്ന് വിചാരിക്കുക, ആ കാറിൻ്റെ വില അവൻ തരേണ്ടി വരും. അങ്ങനെ ഒരു നിയമ ഭേദഗതി ഉണ്ടായിട്ടുണ്ട്. അത് ഈ യുവമാരെ മാത്രം ലക്ഷ്യമിട്ടിട്ടാണ്, ഈ CPM DYFI പ്രവർത്തകരെ മാത്രം ലക്ഷ്യമിട്ടിട്ടാണ് അങ്ങനെ ഒരു നിയമം ഇവിടെ വന്നിരിക്കുന്നത്. യുവമാരെ ഇമാതിരി പണി കാണില്ല. ഇതിൽ 2 കാര്യങ്ങൾ സംശയിക്കേണ്ടതുണ്ട്. ഒന്ന്, ഇവിടെ ഒരു കോത്തുപറമ്പ് റിപ്പീറ്റ് ചെയ്യാനാണ് അവർ ശ്രമിച്ചത്. കാരണം മറ്റേ തോക്കം കൊണ്ട് നിൽക്കുക. അതെ. വെടിവെപ്പ് നടന്നാൽ രക്തസാക്ഷികളുടെ പേരും പറഞ്ഞ് വീണ്ടും പുഷ്പനെ അറിയാമോ എന്നും പറഞ്ഞ് പാട്ടും പാടി പുറത്തിറങ്ങാം. മാത്രമല്ല ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ നാണക്കേടും മാനക്കേടും മുഴുവൻ ഇവർക്ക് രക്തസാക്ഷികൾ. അപ്പോൾ ഇതിനകത്ത് പിണറായി വിജയന്റെ മകളെ അറസ്റ്റ് ചെയ്യാൻ വന്നത് ഉപരി രക്തസാക്ഷികൾ വരുന്നു, പിന്നെ ഇവന്മാർ ബഹളമാകുന്നു, വഴിനീള വീടുകൾ ആക്രമിക്കുന്നു, വാഹനങ്ങൾ കത്തിക്കുന്നു. ആ രീതിയിൽ ഇവിടെ ഒരു അക്രമം അഴിച്ചുവിട്ടൊരു കലാപം ഉണ്ടാക്കാവുന്നുള്ള ഒരു മാത്രമല്ല മാക്സിമം രക്തസാക്ഷികളെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അത്രയും പൈസ പിരിക്കാം, ഓരോരുത്തരുടെ പേരിൽ പൈസ പിരിക്കാം. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ 2 വണ്ടി എന്ന് പറഞ്ഞാൽ എർട്ടിക വണ്ടിയാണ്. ഒന്ന് ഏത് വണ്ടിയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ വണ്ടിയുടെ ഇരട്ടി വില കെട്ടിവെക്കേണ്ടി വരും. അത് എത്ര പേരുണ്ട്? ഇപ്പം വലിയ അഡ്ജസ്റ്റ്മെന്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കേരള പോലീസ് ഇപ്പോഴും പിണറായിയുടെ പോലീസാണ്. ആഭ്യന്തര സെക്രട്ടറി പിണറായി വിജയൻ ഇരുന്ന സമയത്തുള്ള ആഭ്യന്തര സെക്രട്ടറി ഇതുവരെ മാറ്റാൻ UDF സർക്കാർ തയ്യാറായിട്ടില്ല. അധികാരത്തിൽ വന്ന് ആദ്യം മാറ്റേണ്ട ആൾ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്നു. അയാളെ മാറ്റാൻ തയ്യാറായി. എല്ലാവരും പിണറായിയുടെ കാലത്തെയാണ്, എല്ലാവരും പിണറായിയുടെ ആൾക്കാരാണ്. അതുപോലെ തന്നെ പിണറായി പോലീസിന്റെ തലതൊട്ടപ്പനായിരുന്ന പ്രശാന്ത് എന്ന് പറയുന്ന കേരള പോലീസ് ഓഫീസ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റാണ് മ്യൂസിയം പോലീസ് SHO. അയാളുടെ കീഴിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അല്ലേ? അതെ. മാത്രമല്ല ഇതിൽ വേറെ സാധ്യത കാണുന്നത് പിണറായിക്ക് പണി കൊടുക്കാൻ വേണ്ടിയാണ് ഇവരെല്ലാം കൂടെ വന്നതെന്നുള്ളതാണ്. കാരണം ആകപ്പാടെ നാരപ്പഴുത്ത് നാശക്കോട്ടയായിരിക്കുന്ന ഈ പിണറായി വിജയനെ ഒരു അക്രമം കൂടെ നടത്തി നഗരം മുഴുവൻ അടിച്ച് അക്രമ സംഭവങ്ങൾ അരങ്ങേറുമ്പോൾ അവരെല്ലാം പിണറായിയല്ലേ വെറുക്കുള്ളൂ. ഈ SFIക്കാരനെ DFIക്കാരനല്ലേ ഒരാൾ ചീത്ത വിളിക്കുന്നത്. ഇതെല്ലാം പിണറായി ഒരുത്തനാണെന്നല്ലേ
ആൾ പറയുള്ളൂ. ഈ 2 വണ്ടി തകർത്തതിന് ഇപ്പോൾ ജാമ്യമില്ല വകുപ്പിട്ട് കേസാക്കും, പൊതുമുതൽ നശീകരണത്തിന് കേസ് വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഏതാണ്ട് ഒരു 25 ലക്ഷം രൂപ കെട്ടിവെക്കാതെ ഇതിലെ പിന്നെ ഇവർക്ക് ജാമ്യം കിട്ടി. ഒന്നീ ബക്കറ്റ് ഒരു നടത്തി ഇത് കൊണ്ട് അടയ്ക്കണം, അതല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ കുടുംബം എഴുതി വിറ്റ് കൊടുക്കേണ്ടി വരും. അത് മാത്രമല്ല, ഈ വാഹനങ്ങളുണ്ടല്ലോ, ഇപ്പം ഈ ഓടുന്ന വാഹനം, ഇവർ വന്ന വാഹനം ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ പല ആൾക്കാരും ടാക്സി എടുത്താൽ സ്വന്തമായിട്ട് ഓടിക്കാൻ ശ്രമിക്കാറില്ല. അവരേതെങ്കിലും ഒരു ട്രാവൽ ഏജൻസിക്ക് കൊടുക്കത്തേ ഉള്ളൂ. ട്രാവൽ ഏജൻസി അവിടെ ആളിനെ വെച്ചിട്ട്, ഡ്രൈവറെ വെച്ചിട്ടാണ് അവർ ഈ വണ്ടിയുമായിട്ട് ഓടുന്നത്. അത് കൊച്ചിയിലും അതെ, തിരുവനന്തപുരത്തും അതെ. അതൊരു നെറ്റ്വർക്കാണ്. അത് ഇന്ത്യ ഒട്ടാകെ അങ്ങനെ ഒരു നെറ്റ്വർക്കാണ്. നമുക്ക് നമ്മുടെ വാഹനം ടാക്സിയാക്കി അവരെ ഏൽപ്പിക്കാം. ഇത്ര രൂപ ഓടുന്നതിൻ്റെ കമ്മീഷൻ അവർ നമുക്ക് തരും. അങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ വാഹനം ഓടിച്ച ഡ്രൈവറുടെ അല്ല, ആ ട്രാവൽ ഏജൻസിയുടെ അല്ല, ഇത് ഏതോ പാവപ്പെട്ടവൻ ലോൺ എടുത്ത് വാങ്ങിച്ച വാഹനം, ചിലപ്പോൾ CPM പോലും ആയിരിക്കാം, അവൻ മേടിച്ച വാഹനമാണ്. അതാണ് ഇവർ. അതേ അല്ലെങ്കിൽ നമ്മൾ ഇവന്മാർ വിവരക്കേടാണ്, അന്തം കമ്മികൾ എന്ന് പറഞ്ഞാൽ വിവരവും ഇല്ല, വെള്ളിയാഴ്ച ഇല്ല, ബോധവും ഇല്ല, പൊക്കണോ ഇല്ല എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ഈ വന്ന ആൾക്കാരെ എന്തിനാണ് ഇവർ ആക്രമിക്കുന്നത്. ഇവരോട് ഇവരുടെ മേളിൽ നിന്ന് പറഞ്ഞ പിന്നെ ഉത്തരവനുസരിച്ചാണ് അവർ വന്നത്. കോടതി പറഞ്ഞിട്ടാണ് അവർ വന്നിരിക്കുന്നത്. ആ വരുന്നവരെ ആക്രമിച്ചാൽ അവർക്ക് തിരിച്ചു പോകാൻ പറ്റും. അവരോട് ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി അവരെ ഏൽപ്പിച്ചിട്ട് പോകും. ഇതാണ് മണ്ടന്മാരാണ് ഇവന്മാർ, വെറും മരപ്പൊട്ടന്മാരാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഇനിയിപ്പോൾ അവർ നിലപാട് കൂടുതൽ കർശനമാക്കും. കുറച്ച് ദിവസം പിണറായിക്ക് മോക്ക് ഇളവ് കൊടുത്തിരുന്നല്ലോ, വലിയ ഇളവൊന്നും കാണൂല. ഇല്ല, ഇളവ് കാണത്തില്ലെന്ന് മാത്രമല്ല, വീണ തൈക്കണ്ടി ഉടനെ അകത്തു പോകും. ഇത്രയും പ്രകോപിപ്പിച്ച സ്ഥിതിക്ക് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു പറയപ്പെടുന്നുണ്ട്. വീണയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു, 2 മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് പോയി. അതിനകത്തൊന്നും ഒന്നും കിട്ടാനില്ല. കാരണം ഇവർക്ക് രക്ഷപ്പെടാനുള്ള സമയം എന്നേ കിട്ടി. കാരണം കക്കാൻ പഠിച്ചാൽ നിൽക്കാൻ പഠിച്ച കൂട്ടരാ. അങ്ങനെ അതുകൊണ്ടാണല്ലോ സ്വർണ്ണക്കടത്തിൽ BJP-യുമായിട്ട് സെറ്റ് ചെയ്ത് ആ കേസ് അത് ഊരിപ്പോയി. പക്ഷേ ഇപ്പം BJP ഇവരുമായിട്ടുള്ള സെറ്റിംഗ്സ് പിൻവലിച്ചു. BJPക്ക് ഇനി അവരെ കൊണ്ട് ആവശ്യമില്ല, അവർക്ക് മനസ്സിലായി. മാത്രമല്ല അവരെ ആളെ ഇങ്ങോട്ട് പിടിക്കാമെന്ന് BJPക്ക് മനസ്സിലായി. അതെ, അപ്പം ആ രീതിയിൽ അവർ കൈവിട്ടു. BJP ഈ ഇലക്ഷനോട് കൂടി അത് ആ ഒരു അന്തർധാര ഉണ്ടായിരുന്നു, അത് ഇല്ലാതായി. അന്തർധാര എന്ന് പറയുന്നത് വളരെ കൃത്യമായിരുന്നു. പക്ഷേ BJPക്ക് പ്രതീക്ഷിച്ച രീതിയിൽ ഇവരെ ഞെട്ടി കാണും. ഉറക്കണിട്ട് നമുക്ക് കണി കാണുന്നത് ഇവരെയൊക്കെയാണ്. കാരണം ഇവരൊക്കെ കണി കാണാനൊക്കെ ഏതെങ്കിലും പശുവിനെ ഒരുക്കി നിർത്തിയിട്ടുണ്ടാകും ദിവസം. കാരണം വിശ്വാസികളായതുകൊണ്ട്, അന്ധവിശ്വാസികളായതുകൊണ്ട് കണി കാണാനൊക്കെ എന്തെങ്കിലും വേറെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായി. അത് കണ്ണു ഇടിക്കാരുടെ തോക്കം കൊണ്ടുവന്ന ആളിനെ രാവിലെ കണിയുണ്ടെന്ന് വിചാരിക്കും. ഈ നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വണ്ടി തകർത്തതിനെ സംബന്ധിച്ചാണ്. നമുക്കറിയാം, പണ്ട് ഇങ്ങനൊരു വകുപ്പില്ലായിരുന്നു. പണ്ട് ആർക്കും വണ്ടി തകർക്കാൻ സ്ഥിരമായിട്ട് KSRTC സ്വകാര്യ വാഹനങ്ങളും അതുപോലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ വാഹനങ്ങളും തല്ലി തകർക്കുകയും കത്തിക്കുകയും ചെയ്തു. ഇത് സർക്കാരിന് വലിയ നഷ്ടമുണ്ടാക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ PDPP ആക്ട്, പൊതുമുതൽ നശീകരണ ആക്ട് നിയമം വരുന്നത്. അതിനകത്ത് എന്ത് വെച്ചാൽ ഈ നിയമപ്രകാരം വാഹനങ്ങൾ തകർത്താൽ, സർക്കാരിൻ്റെ ആയിക്കോട്ടെ സ്വകാര്യമായിക്കോട്ടെ, അതിന് ഇവന്മാരെ ജാമ്യമില്ലാ വകുപ്പിൽ അകത്തിടും. ഇനി പുറത്തിറങ്ങണമെങ്കിൽ അതിൻ്റെ വില കെട്ടിക്കണം. അതിൻ്റെ കേസ് വേറെയുണ്ട്. അതിൻ്റെ പണം കെട്ടിവെക്കണം. പണം കെട്ടിവെക്കുന്നത് എനിക്ക് തോന്നുന്നു ഇരട്ടി പണമാണെന്ന് തോന്നുന്നു. കെട്ടിവെക്കേണ്ട, എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായി അറിയില്ല. കെട്ടിവെക്കണം. മുമ്പൊരിക്കൽ, അതായത് ഏതാണ്ട് ഒരു 10 വർഷത്തിനുള്ളിലാണ് ഈ SFI-കാരനും DYFI-കാരനും CPM-കാരനും KSRTC ബസ്സേലും സർക്കാർ വാഹനങ്ങളിലും കയറി പണിയുന്ന പരിപാടി നിർത്തി എന്നാണെന്ന് അറിയാം. ഇതുപോലെ ഈ ആക്ട് നിലവിൽ വന്നവർ അറിയാതെ ആശാന്മാർ KSRTC ബസ് അടിച്ചു തകർത്തു. പതിവ് പോലെ എല്ലാവരും സിന്ദാബാദ് വിളിച്ചു. വളരെ വീരശൂര പരാക്രമികൾ സമരം ചെയ്യുമല്ലോ, അകത്തുപോയി. PDPP ആക്ട് ഇട്ടിട്ടുണ്ട്, അറിഞ്ഞില്ല. ജാമ്യവും കൊണ്ടിരുന്നു. 40 ലക്ഷം രൂപ കോടതിയിൽ കെട്ടിവെക്കും. അപ്പോഴാണ് കിടുങ്ങുന്നത്. 40 ലക്ഷം രൂപ കെട്ടിവെക്കണം. ഈ കേസ് തീരുമ്പോൾ ഈ കോടതി ഈ വാഹനത്തിൻ്റെ വില കണക്കാക്കി, അതിന് വന്ന നാശനഷ്ടം കണക്കാക്കി, അതിൻ്റെ കാശ് ഇതിൽ നിന്ന് അവർക്ക് കൊടുക്കും. ബാക്കിയുണ്ടെങ്കിൽ വല്ലോ ഇങ്ങോട്ട് തിരിച്ചു തരും. ഇറങ്ങാൻ പറ്റിയില്ല. അവിടെ ബഹളമായി, പ്രശ്നമായി. അവസാനം പാർട്ടിക്കാർ എങ്ങനെയൊക്കെയോ വീട്ടുകാർ ചേർന്ന് പിരിവെടുത്തുകൊണ്ട് പിന്നെ ഇതറിയാതെ വേറെ കുറേ ടീമുകൾ ഇറങ്ങിയായിരുന്നു. പോപ്പുലർ ഫ്രണ്ടുകാർ. ഈ പോപ്പുലർ ഫ്രണ്ടുകാരുടെ റെയ്ഡ് ഓർക്കുന്നല്ലോ. രാവിലെ ഒരു പ്രത്യേക വിമാനത്തിൽ വരുന്നു, കുറേ എണ്ണത്തിനെ തൂക്കുന്നു, പോകുന്നു. അപ്പോൾ അന്ന് പിണറായി വിജയൻ ഭരിക്കുമ്പം ഇവിടുത്തെ ന്യൂനപക്ഷം, പിന്നെ SDP അല്ലെങ്കിൽ PFI, പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള കക്ഷികൾ വിചാരിച്ചിരുന്നത് ഞങ്ങൾ ഇദ്ദേഹത്തിന് കീഴിൽ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരാണ്, ഞങ്ങളെ അദ്ദേഹം സ്വന്തം ചങ്കിലെ കനൽ പോലെ, ചങ്കിലെ ചൈന എന്ന് പറയുന്നത് അതുപോലെ ഞങ്ങളെ കാത്തോളും എന്നാണ് ഇവർ വിചാരിച്ചത്. പക്ഷെ പിണറായി വിജയൻ്റെ കൂടി ഒത്താശയോടുകൂടിയാണ് ഈ PFI റെയ്ഡിന് അവിടുന്ന് NIA പറന്നിറങ്ങുന്നത്. അപ്പോൾ ഇവരാദ്യം ഞെട്ടി തിരിച്ചറിഞ്ഞ പിണറായി വിജയൻ്റെ വഞ്ചനയാണ്. ഇയാൾ ഞങ്ങളുടെ കൂടെ അഭിനയിച്ച് നിന്നുകൊണ്ട് ഞങ്ങളെ മൊത്തം പിടിച്ച് അകത്തിട്ടല്ലോ.
പിന്നെ ഇവർ ചെയ്യുന്നത് എന്താണ്? ഹർത്താലിന് ആഹ്വാനം ചെയ്യും. ഈ ഹർത്താലിന് ആഹ്വാനം ചെയ്തതിൻ്റെ പിറ്റേ നിയമന്മാരിറങ്ങി അങ്ങ് അഴിഞ്ഞാടി. എവിടൊക്കെ ബസ് തല്ലിപ്പൊട്ടിക്കുക അവിടെ എല്ലാം തല്ലിപ്പൊട്ടിച്ചു. മൊത്തത്തിനെയും പോലീസ് തൂക്കി. ഇതേ അവസ്ഥ. എല്ലാത്തിനും പൈസ അടയ്ക്കണം. എല്ലാവൻ്റെയും സ്വത്തുക്കൾ കണ്ടു കിട്ടി. ഇറങ്ങി വന്ന എല്ലാവൻ്റെയും സ്വത്തുക്കൾ കണ്ടെത്തി. അപ്പോഴാണ് ഇവരറിയുന്നത് ബസ് തകർത്താൽ പണിയാണ്, സർക്കാർ വാഹനത്തെ തൊട്ടാ പണി, സ്വകാര്യ പണിയാണ്. ഇന്നിപ്പോൾ ഈ തകർക്കാൻ പോയ അണ്ണന്മാർ ആരും ഈ വിവരം അറിയില്ല. ഈ തകർക്കാൻ പോയി ആവേശം മൂത്ത് പിണറായി മഹാരാജാവിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ വേണ്ടി വന്നതാണ്. മിക്കവാറും രാവിലെ മരുന്നടിച്ചിട്ടൊക്കെ ഇറങ്ങിയതായിരിക്കും, അല്ലെ ഇവന്മാർ കൊടുത്തിട്ട് ഇറക്കിയതായിരിക്കും. എന്താണെങ്കിലും ഇപ്പം നമ്മൾ ഏറ്റവും അവസാനം വരുന്ന വാർത്ത, ഇവർ പോലീസുമായിട്ടൊരു ഒത്തുതീർപ്പുണ്ടാക്കിയ ഒരു 5 പ്രവർത്തകരെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 5 പ്രവർത്തകരല്ല അത് തല്ലി തകർത്തത്. അതിൻ്റെ കൃത്യമായ വീഡിയോ ഉണ്ട്. ഇവർ കൊടുക്കുന്ന പ്രവർത്തകർ ഇത് കൃത്യമാണെന്നുള്ളത് പോലീസിന് വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. ഇനി കേന്ദ്ര ഏജൻസികൾ ഇത് അന്വേഷിക്കും. ഇത് പോലീസിന്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ പോകും. ഇതിപ്പോൾ ഇവർ ശ്രമിക്കുന്നത് NIA വരാതിരിക്കാൻ വേണ്ടിയാണ്. ഇതിനകത്ത് വിധ്വംസക പ്രവർത്തനമാണ് നടന്നിരിക്കുന്നത്. അതിനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇത് NIA വന്നാൽ ഇവന്മാരെ പണിപാളും. ഇവന്മാരെ മൊത്തം ഇവിടെ തൂക്കിയാൽ തിഹാർ ജയിലിലേ കിടക്കത്തുള്ളൂ. ഈ 5 എണ്ണത്തിനെ തൂക്കി അവർ കൊണ്ടുപോകും. അവിടെയാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. ഇവരിപ്പോൾ ഇത് വിചാരിച്ചിരിക്കുന്ന സാധാ ലോക്കൽ പോലീസ് പിടിച്ചോണ്ട് അതിനാണ് പെട്ടെന്ന് 5 പേരെ ആദ്യം ഇവർ നിഷേധിച്ചു. ഞങ്ങളുടെ ആൾക്കാരല്ല. ആദ്യം മന്ത്രി അപ്പൻ എതിർത്തു പാള ഏരിയ കമ്മിറ്റി ഓഫീസിൽ കയറുന്നതിന്. അതെ, പിന്നെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. എന്താണെങ്കിലും ഒരു കാര്യം മാത്രം മനസ്സിലാക്കിക്കൊള്ളുക, പണ്ടത്തെ പോലെ അല്ല നിയമങ്ങൾ. മാത്രവുമല്ല, ആക്രമിച്ചത് കേന്ദ്ര ഏജൻസിയാണ്. വരുന്നത് ഇവിടുത്തെ സാധാ ലോക്കൽ പോലീസ് അല്ല, കേന്ദ്ര പോലീസ് വരും. കേന്ദ്ര പോലീസ് എന്ന് പറഞ്ഞാൽ NIA അടക്കം വരും. UAPA വരെ ചുമത്താം ഉറപ്പായിട്ടും. കാരണം അത്രയും വലിയ മാരകമായിട്ടുള്ള വിഷയമാണ് അവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? വീണാ തൈക്കണ്ണിയും പിണറായി വിജയനും വീട്ടിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങും. ഈ ഇതിന് പോയൊരു ഒറ്റ വീട്ടിൽ നിന്ന് വെളിയിറങ്ങി നിൽക്കേണ്ടി വരും, കാരണം വീടാണെങ്കിൽ ജപ്തി ചെയ്യും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. എന്താണെങ്കിലും ഇനിയെങ്കിലും ആലോചിച്ചോളുക. PDPP ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് കേരളത്തിൽ നിലവിലുണ്ട്. പൊതുമുതലായിക്കോട്ടെ സ്വകാര്യ മുതലായിക്കോട്ടെ നശിപ്പിച്ചാൽ അതിൻ്റെ പൈസ കെട്ടിവെക്കേണ്ടതായിട്ട് തന്നെ വരും. അത് അറിയത്തില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അഴിയെണ്ണേണ്ടി വരും. ഒരു സംശയമില്ല അക്കാര്യത്തിൽ.